കേരളം കടം വാങ്ങി മുടിഞ്ഞ സംസ്ഥാനമെന്ന് ബി.ജെ.പി. നേതാവ് ഗോപാലകൃഷ്ണൻ. എന്താണ് സത്യം? നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള റിസർവ് ബാങ്ക് ചുവന്ന മഷിയിൽ അവതരിപ്പിച്ചിട്ടുള്ള മഷിയിൽ എഴുതിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ചുവന്ന മഷി അവിടെ നിൽക്കട്ടെ, നമുക്ക് കണക്കുകൾ കറുപ്പിലും വെളുപ്പിലും ഒന്ന് നോക്കാം. റിസർവ് ബാങ്കിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം കടമുള്ള സംസ്ഥാനം അത് കേരളമല്ല, അത് തമിഴ്നാടാണ്. തൊട്ടു പിന്നാലെ യു.പിയും മഹാരാഷ്ട്രയും പശ്ചിമബംഗാളും ഗുജറാത്തും എല്ലാം ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യ 5 പോലും കേരളമില്ല. കേരളത്തിന് 9ാം സ്ഥാനം മാത്രമാണ് ഈ കണക്കുകളിലുള്ളത്. ഡബിൾ എഞ്ചിൻ ഭരിക്കുന്ന യു.പിക്കും ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മഹാരാഷ്ട്രയ്ക്കും കേരളത്തെക്കാൾ ഏറെ കടമുണ്ട്. അപ്പോൾ അവിടെയൊന്നും വികസനമില്ലേ? അല്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം മാത്രം വരുമ്പോൾ ഈ ലോജിക്ക് മാറുമോ? ഇനി നിങ്ങൾ പറഞ്ഞ ഭീകരമായ കടം, കേരളത്തിന്റെ കാര്യം നോക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഇന്ത്യയുടെ കാര്യം നോക്കിയാലോ. സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 2014 വരെയുള്ള 67 വർഷം കൊണ്ട് ഇന്ത്യ ഭരിച്ച എല്ലാ സർക്കാരുകളും കൂടി വരുത്തിവെച്ച കടം ഏകദേശം 55 ലക്ഷം കോടി രൂപയാണ്. പക്ഷെ 2014 മുതൽ 2024 വരെ ഭരിച്ച മോദി സർക്കാർ മാത്രം വരുത്തിവെച്ച കടം 170 ലക്ഷം കോടി രൂപയാണ്. അതായത് 3 ഇരട്ടി വർധനവ്. ഇത്രയും കടമെടുത്തിട്ട് സാധാരണക്കാരന് എന്ത് കിട്ടി? പെട്രോൾ വില 60 രൂപയിൽ നിന്ന് 100 രൂപയിലെത്തി. പാചകവാതകത്തിന്റെ വില 400 രൂപയിൽ നിന്ന് 1000 കടത്തി. അപ്പോൾ ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോയത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ബാങ്കുകൾ 15 ലക്ഷം കോടിയിലധികം രൂപയാണ് കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടമായി എഴുതി തള്ളിയത്. കടം മേടിച്ചു പെൻഷൻ കൊടുക്കുന്നതല്ല ഒരു രാജ്യത്തിന്റെ വികസനം. പാവപ്പെട്ടവന് 1600 രൂപ പെൻഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ദൂർത്ത്. പക്ഷെ കോടീശ്വരന്മാർക്ക് കോടിക്കണക്കിന് രൂപ എഴുതി തള്ളുന്നത് രാജ്യസ്നേഹം. നല്ല ബെസ്റ്റ് ന്യായം. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് കയറുമ്പോൾ 23% ഉണ്ടായിരുന്ന പച്ചക്കറി നിങ്ങൾ ഇപ്പോ 18% ഇവിടുത്തെ ഉത്പാദനം. 2016 കേരളത്തിന്റെ പച്ചക്കറി ഉത്പാദനം 6 ലക്ഷം ടണ്ണായിരുന്നു. ഇപ്പോൾ അത് 16 ലക്ഷം ടണ്ണിലേക്ക് എത്തി. അതായത് കേരളം പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങുന്നത് കൂടുകയല്ല ചെയ്തത്, കുറയുകയാണ്. ഇതാണ് ഡാറ്റ. 1957 ഞാൻ പഠിച്ച കണക്കനുസരിച്ച് 18 ലക്ഷം ടൺ ഉത്പാദനമുണ്ട്. 1957 കേരളത്തിൽ 18 ലക്ഷം ടൺ നെല്ലുണ്ടായിരുന്നു എന്നുള്ളത് പച്ചക്കള്ളമാണ്. അന്നത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ അന്നുണ്ടായിരുന്നത് 8 മുതൽ 9 ലക്ഷം ടൺ മാത്രമാണ്. ഇനി കേരളത്തിന്റെ പ്രധാന വരുമാനം ലോട്ടറിയും മദ്യവുമാണെന്ന് പറയുന്നവരോട്, കേരളത്തിന്റെ സ്വന്തം നികുതിയുടെ 13 മുതൽ 15% വരെ മാത്രമാണ് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന നികുതി. ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ലാഭം ബജറ്റിന്റെ 3% താഴെ മാത്രവും. അതുകൊണ്ട് ഫാക്ടറികളുടെ എണ്ണം മാത്രം നോക്കിയിട്ടല്ല ഒരു നാട് വളർന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ മനുഷ്യർ പട്ടിണിയില്ലാതെ ചികിത്സ കിട്ടി അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. അല്ല, ഈ കണക്കുകൾ തെറ്റാണെങ്കിൽ വരൂ നമുക്ക് കമന്റ് ബോക്സിൽ ചർച്ച ചെയ്യാം.